പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് വയനാട് ജില്ലയിലാണ്. എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് കേട്ടോ. നമുക്കിവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് 20 രൂപയുടെ ടിക്കറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ജീപ്പിൽ സർവീസ് ഉണ്ട്. നമ്മുടെ എന്നൂരിന്റെ എൻട്രൻസിലേക്ക് എത്തിക്കുന്നുണ്ടാവും കേട്ടോ. നടന്നു പോകാനായിട്ട് ശ്രമിക്കാതിരിക്കാൻ നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോയി വരുമ്പോൾ അത്യാവശ്യം ടയേർഡാവും. നമുക്ക് വീണ്ടും പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീപ്പിൽ പോയി വരികയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ജീപ്പ് എന്നൂരിൻ്റെ എൻട്രൻസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മുടെ ശരിക്കുള്ള യാത്ര തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം വയനാട് എന്നുള്ളൊരു ബോർഡൊക്കെ കാണാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 50 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. 50 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. ഇനിയും നമ്മൾ ഉയരങ്ങളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോകേണ്ടവർക്ക് അതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് നടത്തം തുടങ്ങാവുന്നതാണ്. ഞാനിവിടെ എത്തിയത് ഏകദേശം ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ രാവിലേക്കോ അതല്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ ആക്കിയായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചൂടിലൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. പിന്നെ കുറച്ച് നമുക്ക് മുന്നോട്ട് നടന്ന് പോകുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് കാണാം നമ്മൾ പണ്ട് വീടുകളുടെയൊക്കെ മണ്ണ് കൊണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വേലിയൊക്കെ ഇങ്ങനെ മണ്ണ് കൊണ്ട് ചെയ്യാറുണ്ടല്ലോ. ആ ഒരു ടൈപ്പിലാണ് ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ നമുക്ക് വരും കേട്ടോ. പിന്നെ ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ നല്ല വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ചൊക്കെ തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ കോടമഞ്ഞൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ അതുപോലെ തന്നെ പല രീതിയിലുള്ള കലാവിരുതുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആരൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രിയേഷൻ എന്നൊന്നും അറിയില്ല. ഇതിലൊക്കെ ഒരുപാട് ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നീങ്ങനെയാണ്. നമ്മൾ കുറച്ചും കൂടി മുകളിലെത്തുമ്പോൾ ഇതുപോലുള്ള ഒരു ഓടിട്ടിട്ടുള്ള ഹോള് പോലുള്ള ഒരു ഏരിയയിലെത്തും കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചുമരിലൊക്കെ ഇതുപോലെ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആർട്ട് വർക്കാണ്. അതുപോലെ തന്നെ ഇതെന്നാണ് ഇവിടെ തുടക്കം കുറിച്ചത്, ആരാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്, അങ്ങനെയുള്ള വിവിധ ഡീറ്റെയിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ ചുമരിലൊക്കെ ഇതുപോലുള്ള ആർട്ട് വർക്കുകളുണ്ട് കേട്ടോ. കുറച്ച് സമയം നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്, എവിടേക്കാണ് ഓരോ സംഭവങ്ങളുള്ളത് എന്നൊക്കെ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ കേട്ടോ. നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള വീടുകളാണ്. എന്നാൽ ഒരേപോലെ തോന്നുമെങ്കിലും അതിൻ്റെ റൂഫിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തതയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഓടിട്ടിട്ടുള്ള കുറച്ച് ഷോപ്പുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ. നമ്മൾ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വെട്ടുകല്ലുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തേക്കുന്നത്, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിൽ ഷോപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ആ ഒരു വീടുകളൊക്കെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ. എവിടെയും ഒരു മാലിന്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഒരു ബോട്ടിലോ അതല്ലെങ്കിൽ പേപ്പറിൻ്റെ പീസോ പ്ലാസ്റ്റിക് പീസോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അത്രയും നീറ്റായിട്ടാണ് ഇവിടെ ഇവർ ക്ലീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവാണ്. ഏകദേശം നമ്മൾ ആ ഒരു വീടുകളുടെ അടുത്തെത്താറായിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവരുടേതായിട്ടുള്ള കലാരൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ നിന്നൊന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വീടുകൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ എല്ലാ വീടുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ വീടുകളുടെയും റൂഫും അതുപോലെ തന്നെ അതിൻ്റെ റൂമിൻ്റെ ഉൾവശങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉൾവശം എന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ അവർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ.
ഈ ഒരു കൊട്ടയും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു തൊട്ടിൽ പോലെയുള്ള ഒരു സംഭവം കാണാം. അതുപോലെ തന്നെ ഇതാണ് അവരുടെ അടുക്കള എന്ന് പറയുന്നത്. ഇതുപോലുള്ള നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അടുക്കളയാണ്. അതേപോലെ തന്നെ ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന മീൻ പിടിക്കാൻ പോകുന്ന അതിൻ്റെ ആ ഒരു കുരുത്തി പോലുള്ള സംഭവങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നൂർ എന്ന് പറയുന്ന സ്ഥലം തീർച്ചയായിട്ടും നമ്മൾ വയനാട് പോകുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾക്കൊരു പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ എസ ട്രാവൽസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദുബായിലേക്കോ അതല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടൂർ പാക്കേജിനൊക്കെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫറോട് കൂടിയിട്ടുള്ള പാക്കേജസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.